വലിയ പവർ ക്രൈസിസിലായ ക്യൂബയെക്കുറിച്ചാണ്. ക്യൂബയിൽ 1 കോടിയിലധികം വരുന്ന മനുഷ്യർ ഇപ്പോഴും ഇരുട്ടിലാണ്, ദിവസങ്ങളായി ഇരുട്ടിലാണ്. അവിടെ വലിയ വൈദ്യുതി പ്രതിസന്ധി ഉണ്ട്, ഗ്രിഡ് തകരാറാണ് പറയുന്നത്. പക്ഷേ അമേരിക്കയുടെ എണ്ണ ഉപരോധത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ടായതെന്ന് ക്യൂബയുടെ ഭരണ നേതൃത്വം പറയുന്നുണ്ട്. അപ്പോൾ ഇത് പരിഹരിക്കാൻ എന്ത് വഴിയുണ്ട് ക്യൂബയിൽ എന്ന കാര്യങ്ങളിലടക്കം വലിയ പ്രതിസന്ധി ആ രാജ്യത്തുണ്ട്. അപ്പോൾ എന്താണ് ക്യൂബയിൽ സംഭവിക്കുന്നത് എന്നതുകൂടി നമ്മൾ അവസാനമായി സംസാരിക്കുന്നു. എന്താണ് ക്യൂബയിലെ അവസ്ഥ? വെനിസ്വേല വീണപ്പോൾ തന്നെ ഇതിൻ്റെ ക്യൂബയുടെ വീഴ്ചയുടെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അത് അന്ന് എല്ലാവരും പറഞ്ഞിരുന്നതാണ്. ക്യൂബയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എണ്ണയിൽ നിന്നാണ്. വലിയ അവരുടെ പ്ലാന്റുകളിൽ എണ്ണ കൊണ്ടുവന്നിട്ടാണ് അവരിത് വൈദ്യുതി പ്ലാന്റുകളിലേക്ക് ഉപയോഗിക്കുന്നത്. അതങ്ങനെ പോയി. അമേരിക്കയുടെ വളരെ ശക്തമായ ബ്ലോക്കേഡ് നേരത്തെ ഉണ്ട്, അതിപ്പോൾ ഏറ്റവും ശക്തമായി. ചുരുക്കത്തിൽ ഒരു തുള്ളി എണ്ണ ക്യൂബയ്ക്ക് കൊടുക്കാതിരിക്കാനുള്ള എല്ലാ സംവിധാനവും ട്രംപ് സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞു. ക്യൂബയിൽ ആദ്യമായിട്ടല്ല വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നത്, അവരുടെ പ്ലാന്റുകൾ പണി മുടക്കുന്നത്. പക്ഷേ പ്രശ്നം ക്യൂബ മുഴുവൻ, ഹവാന പോലെയുള്ള അവരുടെ നഗരങ്ങൾ പോലും ഇരുട്ടിലായി പോയ ഒരവസ്ഥയാണ്. അങ്ങനൊരു രാജ്യത്ത് പിന്നെ സംഭവിക്കാൻ പോകുന്നത് അനാർക്കിയാണ്, പാൻഡിമോണിയമാണ്, ഭയങ്കര പ്രശ്നവും. വൈദ്യുതി ഇല്ല. നമ്മൾ ഒരു ഗ്യാസ് കുറ്റി ഒരു പ്രശ്നത്തിലാണ് നമ്മളിപ്പോൾ ഈ പെടുന്നത്. വൈദ്യുതിയേ ഇല്ലാത്ത ഒരു രാജ്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. എന്ത് ചെയ്യാനാകും എന്ന് ചോദിച്ചാൽ അതിനും അവർക്ക് ഉത്തരവില്ല. അമേരിക്ക പോലെയുള്ള രാജ്യം ബ്ലോക്കേഡ് നടത്തുക മാത്രമല്ല ചെയ്തത്. ഇപ്പോൾ ട്രംപിൻ്റെ അമേരിക്ക മറ്റമേരിക്ക ഇതുവരെ കണ്ട അമേരിക്ക പോലെയല്ല. അയാൾക്ക് പ്രാന്താണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു അമേരിക്ക നാളെ എന്താണ് ചെയ്യുക? ഇപ്പോൾ വെനിസ്വേലയിൽ പോയി അവിടുത്തെ രാഷ്ട്ര തലവനെ നിക്കോളാസ് മദുറോയെ പിടിച്ചുകൊണ്ട് പോയിട്ട് മാസം എത്രയായി? എന്തെങ്കിലും സംഭവിച്ചോ? വെനിസ്വേലൻ ജനത അവരുടെ ആത്മാഭിമാനം പോലും പണയം വെച്ചിട്ട് എണ്ണ ഇപ്പോൾ അമേരിക്കയ്ക്ക് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളിൽ നിൽക്കുകയാണ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ട്രംപ് എന്തും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ക്യൂബയിൽ ഇനി അടുത്തത് എന്താണ് ട്രംപ് ചെയ്യാൻ പോകുന്നത്? ഈ പൂച്ച എലിയെ കളിപ്പിക്കുന്ന പോലെയാണ്. ട്രംപിനോട് ഈ ചോദ്യം ചോദിച്ചപ്പം ട്രംപ് മറുപടി പറഞ്ഞു, ചിലപ്പം ആക്രമിക്കുമായിരിക്കും, ഇപ്പോൾ ഒരു മൂഡില്ല, വേണമെങ്കിൽ എക്സാക്ട്ലി അങ്ങനെയാണ് പറഞ്ഞത്. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന മട്ടാണ് അയാൾ പറയുന്നത്. ഈ ഇറാൻ്റെ കുദ്സ് ഐലൻഡ് തകർത്തപ്പോൾ ഞങ്ങൾ തകർത്ത് കഴിഞ്ഞു, വേണമെങ്കിൽ ഇനിയും തകർക്കും, ബിക്കോസ് ഐ ലൈക്ക് ഡൂയിങ് ഇറ്റ്. ഇങ്ങനെയാണ് ഒരു രാഷ്ട്ര തലവൻ പറയുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? നാട്ടിലെ പരമാവധി പാറ്റൻ ടാങ്കുകളും ഈ പ്രഹരശേഷി മുഴുവൻ ട്രംപിൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പം ഇയാൾ പറയുക മാത്രമല്ല, അയാൾ നടപ്പാക്കുകയും ചെയ്യും എന്ന് മനസ്സിലായി കഴിഞ്ഞു. സോ ഇഫ് വെനിസ്വേല ഫോൾസ്, ഇഫ് ഇറാൻ ഈസ് ഡിസ്ട്രോയിഡ്, ക്യാൻ ക്യൂബ ബി ഫാർ അവേ എന്ന ചോദ്യമാണ്. ഇനി ക്യൂബയിലെ ജനത, അവിടെ ക്യൂബയിലെ സർക്കാർ മറ്റേ കമ്മ്യൂണിസ്റ്റ് ക്യൂബയുടെ മുന്നിൽ ഇങ്ങനെ ജനം എല്ലാം ആഹ്ലാദാരവത്തോടു കൂടി ക്യൂബൻ സർക്കാരിനെ നിലനിർത്തുകയൊന്നുമല്ല. അവിടെ ഒരുപാട് ഇൻറ്റേർണൽ ഇഷ്യൂസുണ്ട്, വളരെ വലിയ മനുഷ്യാവകാശ ധ്വംസനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇറാനിൽ അവിടുത്തെ ജനകീയ സമരത്തെ അടിച്ചമർത്തിയ കഥ നമുക്കറിയാം, ഒന്നല്ല പലതവണ. ക്യൂബയിൽ ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കാരണങ്ങൾ. പക്ഷേ ഇറാൻ്റെ ഒരു പ്രശ്നം, ഇറാൻ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി വലിയൊരു രാജ്യമാണ്. അവിടെ ഏത് സാധനവും അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്യൂബ ചെറിയൊരു രാജ്യമാണ്, വളരെ കുറച്ച് മനുഷ്യരുള്ള, അമേരിക്ക 1 കോടി മനുഷ്യരുള്ള ഒരു വളരെ ചെറിയൊരു സ്ട്രിപ്പാണ്. ടൂറിസം കൊണ്ടൊക്കെയാണ് അവർ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇനി ആര് വരും? പ്ലെയിനുകളൊക്കെ അവരുടെ ഫ്യൂവൽ ക്രൈസിസ് കാരണം പ്ലെയിനുകളൊന്നും അങ്ങോട്ട് പല എയർലൈൻസും നടത്തുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ക്യൂബ കൊടും പട്ടിണിയിലേക്കും തകർന്നു പോകാൻ പോവാണ്. ലോകത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടെ കപ്പലിൽ അരിക്കയറ്റി അയച്ചാലോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആളുകളുടെ വളരെ വലിയ സന്നാഹങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. അപ്പോൾ അത് വീഴും എന്നുള്ളത് ഉറപ്പാണെന്നാണ് ഞാൻ കരുതുന്നത്. ട്രംപിന് ഒരു തവണ കൂടെ ചിരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ട്രംപിനെ തടുക്കാൻ ആരുമില്ല എന്നതും കൂടി ഒരു വസ്തുതയായി നിൽക്കുകയാണ്. ക്യൂബൻ പ്രസിഡൻറ്റും ക്യൂബൻ മന്ത്രിസഭയിലെ ഒരു അംഗവും ഇപ്പം അതിന് മറുപടി പറഞ്ഞത്, ട്രംപിന് ക്യൂബക്കാരെ ഉപദ്രവിക്കുന്നത് ഒരു രസമാണല്ലേ, അങ്ങനെ നിങ്ങൾ ഉപദ്രവിച്ച് കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ കുറച്ച് എണ്ണ തരൂ എന്ന മട്ടിലാണ്. ക്യൂബയ്ക്ക് വേണ്ടി അല്ല ട്രംപ് സംസാരിക്കുന്നത്, ക്യൂബക്കാർക്ക് വേണ്ടിയല്ല എന്നുള്ളൊരു അവസാന ശ്രമമാണ് ക്യൂബയിലെ സർക്കാർ ചെയ്യുന്നത്. അധികകാലം ക്യൂബയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളത് വ്യക്തമാണ്. എന്താണ് സാഹിബ് ഈ കാസ്ട്രോയുടെ മണ്ണിൻ്റെ വിധി? കാസ്ട്രോയുടെ മണ്ണിൻ്റെ വിധി എന്നുള്ളതല്ല, ലോകത്തിൻ്റെ തന്നെ വിധിയാണ്. പ്രത്യേകിച്ച് ഈ വെസ്റ്റേൺ ഹെമസ്ഫിയറിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഇറാൻ്റെ കാര്യത്തിലാണെങ്കിലും ഗസ എന്ന് പറയുന്ന ഇച്ചിരി പോകുന്നൊരു സ്ഥലം, അതിൻ്റെ കാര്യത്തിൽ അവർ റെസിസ്റ്റൻസ് ഉണ്ട്, ആത്മാഭിമാനമുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോഴും അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ കീഴടങ്ങില്ല, വഴങ്ങില്ല എന്ന നിശ്ചയം അവർക്കുണ്ട്. പക്ഷേ വെനസ്വേലയിൽ അവിടുത്തെ പ്രസിഡൻറ്റിനെയും ഭാര്യയും തൂക്കിയെടുത്തുകൊണ്ട് ഒരു 2 മാസമായി. 2 മാസം കഴിഞ്ഞു, എനിക്ക് 63 ദിവസം മറ്റോ ആയി നീക്കി. വല്ല അനക്കമുണ്ടോ?
വല്ലവർക്കും അറിയാം ഇങ്ങനെ ഒരു പ്രസിഡൻറ്റ്, ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെ, ഓക്കെ പ്രസിഡൻറ്റ് അങ്ങനെ ഭാര്യ എന്തിനാണ് തൂക്കി കൊണ്ടുപോയത്? പ്രസിഡൻറ്റിനെയും ഭാര്യയും തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് സ്വന്തം രാജ്യത്ത് ജയിലിലിട്ടിരിക്കുക. ആ രാജ്യത്ത് പ്രശ്നമില്ല, ഈ ഇപ്പുറത്തെ രാജ്യത്തും പ്രശ്നമില്ല, ലോകത്ത് UN-ലും പ്രശ്നമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. അതിനുശേഷം UN എത്ര യോഗങ്ങൾ ചേർന്നു, വല്ല പ്രമേയം വന്നു. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെ ഇങ്ങനെ ഹെലികോപ്റ്ററിൽ ഒന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോയത് ശരിയായില്ല എന്ന് വന്നിട്ട് UN-ന് അങ്ങനെ വല്ല പ്രമേയം വന്നു. ഒരു പ്രശ്നം നിശബ്ദമായിട്ട്. എന്നിട്ട് അങ്ങനത്തെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് അയാളാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ ഈ തൂക്കിയെടുത്ത് കൊണ്ടുപോയ അണ്ണൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് എല്ലാം ചെയ്തു കൊടുക്കുന്നു. എണ്ണ വേണോ എണ്ണ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ റിഫൈൻഡ് എണ്ണയാണോ അല്ല ക്രൂഡാണോ, എന്ത് വേണം എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അപ്പുറത്ത് കൊടുക്കരുത്, ക്യൂബക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ക്യൂബയെ സംബന്ധിച്ചത് അതിന് 30% ക്രൂഡ് ഓയിൽ വന്നുകൊണ്ടിരുന്നത് ഇവിടെ നിന്നാണ്, വെനസ്വേലയിൽ നിന്നാണ്. അത് കട്ട് 44% വന്നത് മെക്സിക്കോയിൽ നിന്നാണ്. മെക്സിക്കോയോട് പറഞ്ഞു നീ എങ്ങനെ അവന് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യും, ടാരിഫ് അടിക്കും. അപ്പോൾ അവൻ പറഞ്ഞു ഞാനും ഇല്ല. പിന്നെ ബാക്കി വരുന്നത് റഷ്യയിൽ നിന്നാണ്. റഷ്യക്കാർക്ക് ഇവിടുന്ന് അവിടെ എണ്ണ എത്തിക്കാനുള്ള അവധി ഇപ്പോൾ ഇല്ല. അപ്പോൾ തേർഡ് പാർട്ടി ഷിപ്പിനാണ് അവർ സാധാരണ ഇതിന് ഉപയോഗിച്ചിരുന്നത്. അത് മറ്റു രാജ്യങ്ങളുടെ ഇത് ബിയർ ചെയ്യുന്ന ഫ്ലാഗ് കാരിയറായിട്ടുള്ള ഷിപ്പുകളാണ്. അവരും എടുക്കുന്നില്ല, കാരണം ഇവൻ എന്ത് ചെയ്യും, ടാരിഫ് അടിക്കും. അതുകൊണ്ട് ഫലത്തിൽ എന്താണ്, എണ്ണയില്ല. പിന്നെ എന്തോ കുറേ 5% മറ്റോ എണ്ണ അൾജീരിയ, ഇതാണ് സ്വാപ്പാണ്, ഓയിൽ ഫോർ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടൊരു കരാറുണ്ട് അൾജീരിയയായിട്ട്, അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. അവരും ഇപ്പോൾ കൊടുക്കുന്നില്ല. ഇതിന് ശേഷം ഒരു ഷിപ്മെൻറ്റ് പോലും അവിടെ വന്നിട്ടില്ല. ഈ വെനസ്വേല സംഭവത്തിന് ശേഷം ഒരു സിംഗിൾ ഷിപ്മെൻറ്റ് ആ രാജ്യത്ത് ഓയിൽ ഷിപ്മെൻറ്റ് വന്നിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ജീവിക്കുക? കറണ്ടില്ല. അവരുടെ മെയിൻ പവർ പ്രൊഡക്ഷൻ എന്താണ്, ഡീസൽ പ്ലാന്റുകളിലൂടെയാണ്. അത് നടക്കുന്നില്ല. ഇപ്പോൾ എന്തൊക്കെയോ സോളാറൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത്, എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഇത് ഇപ്പോൾ ഇത് ചർച്ച ചെയ്യാമെന്ന് അറിയാം. തിങ്കളാഴ്ച മുതൽ ഈ നാഷണൽ പവർ ഗ്രിഡ് കംപ്ലീറ്റ് ഔട്ടേജാണ്. തിങ്കൾ ചൊവ്വ എന്ന് 2 ദിവസമായി ഒരു രാജ്യത്ത് പവർ ഗ്രിഡ്, സെൻട്രൽ പവർ ഗ്രിഡ് കംപ്ലീറ്റ് ഔട്ടേജ് ആയി കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. ഇത് ഈ വെനസ്വേല സംഭവത്തിൻ്റെ 3ാമത്തെ ദിവസം ക്യൂബയിൽ നിന്ന് വന്ന ഒരു വാർത്ത ഉണ്ട്. എന്താ അറിയോ, ഈ നഗരങ്ങളിലെല്ലാം ഗാർബേജസ് കുന്നുകൂടി കിടക്കുകയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റീസൈക്കിൾ ചെയ്യുന്ന ഈ മാലിന്യങ്ങൾ എടുക്കുന്ന ആ പരിപാടിയൊക്കെ നിന്നുപോയി, കറണ്ടില്ലാത്തത് നിന്നുപോയി. അത് സൃഷ്ടിക്കുന്ന ഒരു അസ്വസ്ഥത ആലോചിച്ച് നോക്കും. കണ്ട തെരുവുകളിലെല്ലാം ഗാർബേജ് കൂടി കിടന്നാൽ. ഇതിൽ വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്യൂബ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയൊരു ഗ്രൈയിങ് സൊസൈറ്റിയാണ്. എന്നാൽ സീനിയർ സിറ്റിസൺസിൻ്റെ പ്രൊപ്പോർഷൻ, വൃദ്ധരുടെ അനുപാതം ഏറ്റവും കൂടുതലുള്ള ഒരു സൊസൈറ്റിയാണ്. മീഡിയൻ ഏജ് എത്രയാണെന്ന് അറിയോ, 43 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോഗ്രാഫിക് സ്ട്രക്ചർ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ചെറുപ്പക്കാർ കുറവും വൃദ്ധർ കൂടുതലുള്ളൊരു സൊസൈറ്റിയാണ്. എന്നാൽ ജിറിയാട്രിക് കെയർ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സമൂഹം. അവിടെ കറണ്ടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ലളിതമായൊരു കാര്യം, ഫ്ലാറ്റുകൾ, ഇപ്പോൾ ഹവാനയിൽ ഫ്ലാറ്റുകളിലാണ് ആളുകൾ താമസിക്കുക, അപ്പാർട്ട്മെൻറ്റുകളിൽ. കറണ്ടില്ലെങ്കിൽ ഈ വൃദ്ധരായ മനുഷ്യരാണ് അവിടെ കൂടുതൽ താമസിക്കുന്നത്. അവരെന്ത് ചെയ്യും? അവർ താഴെ വന്നവർ, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് വരേണ്ടവർ. ഏറ്റവും സിമ്പിളായൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഡെമോഗ്രാഫിക് സ്ട്രക്ചർ വെച്ച് ഓൾറെഡി വീക്കായിട്ടുള്ളൊരു സൊസൈറ്റിയാണത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ചെറുപ്പക്കാർ കൂട്ടത്തോടെ രാജ്യം വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വെനസ്വേല അങ്ങനെ തന്നെയായിരുന്നു, ക്യൂബയും അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് കടൽ നീന്തിയാൽ മയാമി തീരത്ത് എത്തിച്ചേരാവുന്നതാണ്. അമേരിക്കയിൽ തന്നെയും ധാരാളം ക്യൂബക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനു മുമ്പിൽ ഇങ്ങനെ നിശ്ചേഷ്ടരായി നിൽക്കുക എന്നുള്ള ക്യൂബക്കൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ പറഞ്ഞാൽ ക്യൂബൻ പ്രസിഡൻറ്റ് പറഞ്ഞത് എന്താണ് ഞങ്ങൾ തമ്മിലുള്ള അമേരിക്കയിലുള്ള ഡിഫറൻസ് എന്താണ് നമുക്ക് പറഞ്ഞ് പരിഹരിക്കാമെന്നാണ്. എന്ത് പറഞ്ഞ് പരിഹരിക്കാൻ? ഐ ടേക്ക് ഇറ്റ്, ഐ ഫ്രീ ഇറ്റ്, എന്നാണ്, ഐ വിൽ ഡു വാട്ട് എവർ ഐ ക്യാൻ ഡു എന്നാണ് ഇയാൾ പറയുന്നത്. ഒരു കയ്യിൽ ഒരു കളിപ്പാവ പോലെ ഒരു രാജ്യത്തെ കാണുകയാണ്. ഒരു ഫ്രണ്ട്ലി ടേക്ക് ഓവറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ക്യൂബയെ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. അങ്ങനെ ഒരു റെസിസ്റ്റൻസ്, അതിനകത്തുള്ള റെസിസ്റ്റൻസിലെ ശേഷിയില്ല. പിന്നെ അങ്ങനെ ഒരു റെസിസ്റ്റൻസ് ബ്ലോക്കില്ല. അല്ലെങ്കിൽ ഇറാനിൽ നിന്നോ അല്ലെങ്കിൽ ഗസയിൽ നിന്നോ ഫലസ്തീനിൽ ഉണ്ടാകുന്ന പോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. 70 വർഷമായി ഫലസ്തീനികൾ റെസിസ്റ്റ് ചെയ്യണം, 70 വർഷമായിട്ട്.
ഇത്രയും ഓഡിയൻസ് എല്ലാ ഇതുണ്ടായിട്ടും എന്ത് നഷ്ടപ്പെട്ടാലും ഈ സ്പിരിറ്റ് അവർക്ക് നഷ്ടപ്പെടുന്നില്ല. അത് ഓരോ തലമുറ കഴിയുമ്പോൾ അവരെന്താണ് കൂടുതൽ തീവ്രമായി അടുത്ത തലമുറയിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ആ ഇന്നർ സ്പിരിറ്റ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംഗതി ഒന്നും അവിടെ ഇല്ല. അതാണ് നമ്മൾ വെനസ്വേലയിൽ കാണുന്നത്, ക്യൂബയിൽ കാണുന്നത്. അതുകൊണ്ട് മിക്കവാറും ട്രംപ് പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്ലി ടേക്ക് ഓവർ സംഭവിക്കാനായിരിക്കും സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്.